പക്ഷേ LDFന് കഴിയില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ +3 അങ്ങനെ ഒരു എറർ മാർജിൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 0 മുതൽ 4 സീറ്റുകൾ വരെ NDAക്ക് കിട്ടുമ്പോൾ അവിടെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ UDFന് കിട്ടാൻ പോകുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 42.6% അല്ലെ? UDFന്റെ വോട്ട് ഷെയർ 42.6, LDFന് 39.5% എന്നുള്ളതാണ്. NDAക്ക് BJP നയിക്കുന്ന NDAക്ക് 14.3% എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് 3.6%. അതായത് 3% വ്യത്യാസം LDFും UDFും തമ്മിൽ വോട്ട് ഷെയറിൽ സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് 3% വ്യത്യാസമുണ്ട്. 39.5, 42.6 എന്ന് പറയുമ്പോൾ 3% ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല അത്യാവശ്യം നല്ല സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 75 എന്നുള്ളതാണ് UDFന് വരുന്നത്, 63 എന്നുള്ളതാണ് എന്നുള്ളതാണ് LDFന് വരുന്നത്. UDFന് കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ളതാണ്. LDFന് 63, UDFന് 75, NDAക്ക് 2 സീറ്റ് എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. 14.3% വോട്ടുകൾ നേടുന്ന BJPക്ക് 0 മുതൽ 4 സീറ്റ് വരെ കിട്ടാം. നേരത്തെ BJPക്ക് ഇത്രയും വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം BJPക്ക് സീറ്റുകളിലേക്ക് അത് എത്തിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ വേണമെങ്കിൽ അത് 0 മുതൽ 4 വരെ സീറ്റിലേക്ക് എത്തിക്കാം. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 3.6% വോട്ടുകൾ ലഭിക്കുന്ന ഒരു വിഭാഗം കൂടി അതേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു കാര്യം, ബോട്ടം ലൈനായിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കില്ല, വാൽകഷ്ണമായിട്ട് പറയാവുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പിണറായി വിജയന് പേഴ്സണൽ പോപ്പുലാരിറ്റി ഇല്ലേ, അദ്ദേഹത്തിന് ഒരു ജനകീയത ഉണ്ട്. പക്ഷേ അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി മാർക്കായ 71 എത്താൻ LDFന് കഴിയാതെ പോകുന്നത്. പക്ഷേ അവിടെ ഈ എറർ ഉള്ളത് കൊണ്ട്, +3 എന്നുള്ള കണക്കുള്ളത് കൊണ്ട്